ഒന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ വല്ലാതെ പോകുമ്പോൾ ബോറടിക്കുക. ആരാണ് നിങ്ങളെ പേരെന്താണ്? 10 വയസ്സ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ പറഞ്ഞ്. ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എൻ്റെ കേരള ടു ലഡാക്ക് യാത്രയുടെ ഒന്നാമത്തെ ദിവസം, അതെ ഒന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ ഒരു 5 മണിക്ക് പുറപ്പെട്ടു. പിന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് NH കയറിയതിന് ശേഷം ഇൻട്രോ ഒക്കെ പറയാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഏതാ നമ്മൾ കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേയിലാണുള്ളത്. ബാഗൊക്കെ സെറ്റാക്കി രാവിലെ എല്ലാം സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ ദിവസം അപ്പോൾ ഒന്ന് സൈഡാക്കി നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ പാടം, തോട്, ഓക്കെ. നല്ല അന്തരീക്ഷമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ജൂലൈ അല്ലേ, ആ ഒരു മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം. കുറച്ച് മുന്നേക്ക് വന്നിട്ടാ അപ്പോൾ ഇതാ നല്ല മഞ്ഞ്. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു. നമ്മൾ മലപ്പുറം എത്താറായി. വളാഞ്ചേരി ആ ഒരു റൂട്ടാണ്. നല്ല മഞ്ഞ് കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയതാ. അങ്ങനെ ഇതാ കുറച്ചും കൂടി മുന്നോട്ട് വന്ന് ഏകദേശം സമയം 7:45 8 മണി ആവാറായി. ഞാൻ പിന്നെ സ്ലോയിലാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങനെ പോകാറില്ല. നമ്മൾ സേഫായിട്ട് എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ്. ഞാൻ വല്ലാതെ സ്പീഡിലൊന്നും പോകാറില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഏത് സ്ഥലത്തെത്തി? കരിമ്പിൽ എന്ന സ്ഥലത്തെത്തി. കരിമ്പിൽ രണ്ടത്താണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കരിമ്പിൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഏകദേശം തോർന്ന് ചെറിയൊരു വെളിച്ചമൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലാവസ്ഥയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മഴ പെയ്യുമ്പോൾ പിന്നെയും ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും മഴ നല്ല രീതിയിലുണ്ടാവും. ഇന്ന് കണ്ണൂർ, വയനാട് ജില്ലയിലൊക്കെ യെല്ലോ അലർട്ടാണ്. അപ്പോൾ എന്തായാലും മഴ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, മുന്നോട്ട്. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയി. കോഴിക്കോടേക്ക് ഇനി 36 കിലോമീറ്റർ ആയിട്ടാണ്. കോഴിക്കോടേക്ക് ഇനി 36 കിലോമീറ്ററാണുള്ളത്. ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. എന്താണ് പാണമ്പുഴ പുഴ അങ്ങനെ എന്തോ. ഞാൻ ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ വല്ലാതെ പോകുമ്പോൾ ബോറടിക്കുക. കാരണം ഒരേ പോക്ക് ഇങ്ങനെ പോകുമല്ലേ. ഇതാകുമ്പോൾ കട്ട് ചെയ്ത് ഓരോ ചെറിയ ചെറിയ അങ്ങാടികളും ചെറിയ ചെറിയ ടൗണുകളൊക്കെ പാസ് ചെയ്ത് അങ്ങനെ പോവുക. അപ്പോൾ ഒരു വൈബ്. ചിലരിങ്ങനെ നോക്കുന്നുണ്ട്. കാരണം കേരള ടു ലഡാക്ക് ബോർഡും ഇതൊക്കെ വെച്ചുള്ള ഒരു ഗെറ്റപ്പല്ലേ, ട്രാവൽ ഗെറ്റപ്പല്ലേ. അപ്പോൾ ചിലരിങ്ങനെ നോക്കും. ചിലരിങ്ങനെ നോക്കിയിട്ട് ചിലർ വണ്ടിയിൽ പോകുന്നവരിങ്ങനെ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ തംസ് കൈ ഇങ്ങനെ പൊക്കി കാണിക്കും, തംസപ്പ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നോ എന്നൊരു സംശയം. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ. കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടാണ് അപ്പോൾ. പിന്നെ രാവിലത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഫുഡൊക്കെ കേരളത്തിൽ നിന്നൊക്കെ കഴിക്കാൻ നോക്കുന്നു. പിന്നെയുള്ളതൊക്കെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഒരു രാവിലത്തെ ഫുഡിനുള്ള ഒരു ഹോട്ടൽ നോക്കുകയാണ്. ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഹോട്ടലായിട്ടും തിരയണ നേരത്തോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് തിരയണ നേരത്തോ കാണേയില്ല. അത് കാണാൻ കിട്ടില്ല. അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ആകെ ഹോട്ടലാവും. അതാണ്. ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ നോക്കട്ടെ. ഞാൻ ഇങ്ങനെ വരുമ്പോഴേ
ഒരു ബൈക്കിൽ വന്ന് ചെക്കൻ എന്നോട് അടുത്ത് വന്ന് ചോദിച്ചു ലഡാക്കിലേക്കാണോ ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ എന്നാൽ ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് അവൻ പോയി. പിന്നെ അതേപോലെ വേറൊരുത്തുണ്ടായിരുന്നു, ബൈക്കിലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഓൾ ദ ബെസ്റ്റ് എന്ന രീതിയിലാക്കി. അത് കണ്ടപ്പോൾ ചെറിയൊരു പോസിറ്റീവ് തോന്നിയിട്ടാ. കാരണം ഇന്ന് രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആകെ മിസ്റ്റേക്കുകളായിരുന്നു. ലഗേജ് നൈറ്റ് വണ്ടിയിൽ കെട്ടി വെച്ചതാ, സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ട് വണ്ടി മറിഞ്ഞെടുക്കുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞെടുക്കുന്നു. അതേപോലെ ലഗേജ് വെച്ച ആ ഒരു കാരിയറിൻ്റെ ഒരു കമ്പി അത് അത് കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്, അത് ചെരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് NH കയറി, NH 66 കയറി. അങ്ങനെ കുറച്ചൊരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒന്നും അങ്ങോട്ട് വാമായത്. ഓക്കെ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ മിക്കവാറും പെയ്യും. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, 8:45 ആയി സമയം. ഇനി ഞാനൊരു ഗ്യാപ്പ് റോഡിലേക്ക് കയറിയിട്ട് പിന്നെ അവിടെ വല്ല ഹോട്ടലൊക്കെ കാണുക, അവിടുന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനർജി വേണം. വണ്ടിക്ക് പെട്രോൾ അടിച്ചു ഒരു 300 രൂപയ്ക്ക്. നമ്മൾ കേരള ടു ലഡാക്ക് യാത്രയുടെ ചിലവ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാവും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്രോൾ ഒരു 300 രൂപയ്ക്ക് അടച്ചു. ഇനി ബാക്കി ചിലവുകളൊക്കെ നമ്മൾ പോകുന്ന വഴി നോട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയപ്പോഴേ നമ്മളൊരു ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ എൻ്റെ വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് പിന്നെ ആൾ ഇങ്ങോട്ട് വന്ന് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്പറൊക്കെ തന്നു. ആളവിടെ ആർമിയിലായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ബാഗ് എടുത്തിട്ട് പിന്നെ വന്നതാണ്. നിങ്ങളെ പേരെന്താ? അനൂപ്. ആർമിയിലായിരുന്നല്ലേ? CISF പാരാമിലിറ്ററിയാണ്. ഞാനിവിടെ ബ്രൂസ് ഫിറ്റ്നസ് ക്ലബ് കോരപ്പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിറ്റ്നസ് സെൻ്റർ ആണ്. ബ്രൂസ് ഫിറ്റ്നസ് ക്ലബ് കോരപ്പുഴ. കാണാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആൾ പോയി, കുറച്ച് നേരം സംസാരിച്ചു. ആൾ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ആളുണ്ട്, കോൺടാക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ പറഞ്ഞ്. അങ്ങനെ നല്ലൊരാൾ. ഈ സ്ഥലത്തിൻ്റെ പേര് വെങ്ങളം തന്നെ തോന്നുന്നു. ഇനി അടുത്തത് വരുന്നത് കൊയിലാണ്ടി ടൗണാണ്. അപ്പോൾ അവിടുന്ന് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കോട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാഗ് വാങ്ങണം. കവറുണ്ടായിരുന്നു, അത് കീറി. റെയിൻകോട്ട് രാവിലെ ഞാൻ പുതിയൊരു റെയിൻകോട്ട് വാങ്ങി, കവർ ടൈപ്പ്, അതാണ് ബെറ്റർ. അത് വാങ്ങിയിട്ട് അതേപോലെ എടുത്ത് ബാഗിൽ വെച്ച് ഇപ്പോൾ വരുന്ന നേരത്ത് വരുമ്പോൾ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നല്ല അടിപൊളി അന്തരീക്ഷമാണ്. വരുന്ന നേരത്ത് മഴ പെയ്തപ്പോൾ സൈഡാക്കിയിട്ട് കോട്ടെടുത്ത് പാൻറ് ഇട്ടു. ഷർട്ട് ഇടാൻ നേരത്ത് നോക്കിയപ്പോൾ അതും പാൻറ്, നോക്കിയപ്പോൾ 2 പാൻറ്, ഷർട്ടില്ല. അങ്ങനെയാണ് കോട്ടിൻ്റെ അവസ്ഥ. അത് മാറിയിട്ടതാണ്, ഞാനല്ല. വാങ്ങുമ്പോൾ അത് ഓൾറെഡി അതിലങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു കോമഡി. എന്നിട്ട് പിന്നെ വലിയ സീനുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ്. അങ്ങനെ രാവിലെ കുറച്ച് പണികൾ കിട്ടിയതിൽ ഒരു പണി അതായിരുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു വൈബൊക്കെ ആയിട്ടാണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഞാൻ വലിയ അധികാരോട് അങ്ങനെ കുറച്ച് പേരുടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ക്ലബ്ബിൽ തന്നെ ഇന്നലെയാണ് അറിയണത്. ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഇന്നലെയൊക്കെയാണ് അറിയുന്നത്. പിന്നെ വർക്ക് സൈറ്റിൽ അറിയാം, കാരണം ലീവ് പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അത് എല്ലാവർക്കും ലീവ് 1 മാസം മുന്നേ ലീവ് പറഞ്ഞിരുന്നു. അതിന് ശേഷം അറിയാം. പിന്നെ ഇപ്പോൾ കൂടുതലും നാട്ടിലും അടുത്തുള്ളവരും മറ്റുള്ള ഫ്രണ്ട്സുകളൊക്കെ അറിയണത് ഇന്നാണ്. അപ്പോൾ കുറേയൊക്കെ പേരും ഇങ്ങനെ മെസ്സേജ് അയച്ചു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഈ യാത്ര ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ ഒരുപാട് പേര് റോട്ടിൽ നിന്നൊക്കെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച്, അതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് തോന്നും. അപ്പോൾ ഒരു വൈബാവും. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ്
അങ്ങനെ കുറച്ച് മാറി കിട്ടി. അങ്ങനെ ഓക്കെ. വല്ലാതെ വിശന്നപ്പോഴേ ഞാൻ ഒരു ബെന്നുണ്ടായിരുന്നു, സൈഡാക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എന്നാലും ഇന്നലെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു പീസ് ബാക്കിയില്ല. അപ്പം ഞാനെടുത്തായി അതിപ്പോൾ വീട്ടിൽ പാരും. സമയം ഇപ്പോൾ 10:45. എന്തായാലും കാലാവസ്ഥ കുഴപ്പമില്ല. ഇവിടെ റോഡ് പണി നടക്കണ്ട. NH-ൻ്റെ കുറേ അവിടെ ഇവിടെയൊക്കെ പണികളൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. 10:45. ഞാൻ ഇതിനിടയ്ക്ക് കൊയിലാണ്ടി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ചായയും ഒരു ചെറുകടിയും കഴിച്ചു. തൽക്കാലം പകൽ ഭക്ഷണവും അങ്ങനെയൊക്കെ പോയി. പിന്നെ അതിന് മുമ്പ് ഒരു ബെന്ന് കഴിച്ചിരുന്നല്ലോ, അപ്പോൾ തൽക്കാലം അങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ കൊയിലാണ്ടി കഴിഞ്ഞു, കണ്ണൂർ, കാസർഗോഡ്, കർണാടകയിലേക്ക് എത്തണം. പക്ഷെ കർണാടകയിൽ എത്താൻ ടൈമൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലും മെല്ലെയാണ് പോകുന്നത്. പിന്നെ കാസർഗോഡാണെങ്കിൽ നമ്മളറിയണ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ചേച്ചിയൊക്കെ കാഞ്ഞങ്ങാടുണ്ട്, പറ്റുകയാണെങ്കിൽ അവരൊന്ന് കാണണം. ഓക്കേ. അങ്ങനെ കുറേ ദൂരം കൂടി മുന്നോട്ട് വന്ന് വടകര കഴിഞ്ഞിട്ടോ. വടകര എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു, അപ്പോൾ ഒന്ന് സൈഡാക്കി ഉണ്ടായിരുന്നു. പിന്നെ വടകര എന്ത് തിരക്കാണ്, ഭയങ്കര തിരക്ക്. അവിടെ NH-ൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അത് മാത്രമല്ല ടൗണൊക്കെ ഭയങ്കര തിരക്ക്, ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇവിടം വരെ വന്ന സമയം വരെ ഈ വടകരയാണ് ഇത്രയും ബ്ലോക്ക് കണ്ടിരിക്കുന്നത്. ഓക്കെ, മഴ ഉണ്ട്, മഴ ചെറിയ രീതിയിലൊക്കെ മഴയുണ്ട്. അതിനിടയ്ക്ക് നല്ലൊരു തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച 1 മണിയായി. ഓക്കെ, അങ്ങനെ അവിടുന്ന് വന്ന് നമ്മൾ മാഹി ആ ഒരു പരിസരത്ത് എത്തിയപ്പോൾ ഭയങ്കര മഴ പെയ്ത്. അപ്പം ഞാൻ ഒരു ബ്രിഡ്ജിന് താഴെ സൈഡാക്കി. അവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്ത്. പിന്നെ ഇവിടെ ഒരു ബിരിയാണി ഒരാൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 രൂപയുടെ ഒരു ബിരിയാണി വാങ്ങി. കുഴപ്പമില്ല, റൈസും ഒരു ചിക്കൻ പീസും. വല്ലാതെ മസാലയൊന്നും ഇല്ലാതിരിക്കും നല്ലത്. ചിലർ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വല്ലാതെ ഒരു മസാലയും കളറൊക്കെ ചേർത്ത് ആകെ സീനാക്കും. അപ്പോൾ ബൈക്കിൻ്റെ മേലെ ഇരുന്ന് കഴിക്കുകയാണ്, അല്ല അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അപ്പോൾ ഇനി ബാക്കി യാത്ര. ഓക്കെ, സമയം നോക്കാനുള്ള പാട് 1:45. ഓക്കെ, ഇത് കഴിക്കാം. നല്ല മഴ പെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു നായ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ബാക്കി ചോറിൽ അതിന് കൊടുത്തു. അതിന് ശേഷം പിന്നെ അത് എന്നെ തന്നെ നോക്കിയിരിക്കണ്. അത് കുഴപ്പമില്ലാതെ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. വേറൊരാൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനൊന്ന് ഉഷാറായി. അതിനിവിടെ നിൽക്കുക തന്നെ നല്ലത്. ഇവിടെ ബിരിയാണി കടയുണ്ട്, ആരെങ്കിലും ബാക്കിയുള്ള ചോറും കൊടുക്കും. ഓക്കെ, ഇത് സ്ഥലം ഈ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അടുത്തൊരു പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാഹി ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ 12 രൂപ കുറവാണ്. 1 ലിറ്ററിന് 12 രൂപ കുറവ്. ഡീസലിനാണെങ്കിൽ 11 രൂപ കുറവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും പെട്രോൾ അടിക്കണമല്ലോ. അപ്പോൾ ഇവിടുന്നൊരു നാളേക്കുള്ള പെട്രോൾ കുറച്ച് അടിച്ചിട്ട് പോവുക. ഒരു 10, 300, 400 രൂപയ്ക്ക്. ഇന്ന് 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണ്. അപ്പോൾ ഒരു 400 രൂപയ്ക്ക് അടിച്ച് പോകാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഒരു 500-ന് അടിക്കാം. എന്തായാലും പെട്രോൾ ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ പെട്രോൾ അടിക്കാൻ നോക്കട്ടെ. ഒന്നും നോക്കിയില്ല, 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് മാഹിന്ന്. കാരണം കുറച്ച് പൈസ വില കുറവുണ്ടല്ലോ. എന്തായാലും പെട്രോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തായാലും ആവശ്യമാണ്. 600 രൂപയ്ക്ക് അടിച്ചപ്പോൾ ഏകദേശം 10 ലിറ്റർ സംതിങ് ഏകദേശം ടാങ്ക്. എൻ്റെ ടാങ്ക് 12 ലിറ്ററാണ്.
10 ലിറ്ററും പിന്നെ ഓൾറെഡി ഇന്ന് രാവിലെ 300 അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഏകദേശം ഫുൾ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണം എന്തായാലും 2 ദിവസം പെട്രോൾ അടിക്കണ്ട, 3-ാമത്തെ ദിവസം നോക്കാം. ഓക്കെ. അപ്പോൾ മാഹിയിൽ നിന്ന് അവിടുന്ന് വിട്ട് ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഈ ബാഗ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പൈപ്പൊക്കെ ഉണ്ടല്ലേ, വാട്ടർ ബാഗാണ്, ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ മാസ്ക് ഇട്ടില്ലല്ലേ, അത് ഞാൻ ഇപ്പം തന്നെ മഴയൊക്കെ അല്ലേ, അത്യാവശ്യം വെള്ളം ബോട്ടിലിൽ കുടിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ബോട്ടിൽ നിന്ന് കുടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ബാഗിൽ വെള്ളം കരുതേണ്ടി വരും. തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം വെള്ളേ ബോട്ടിൽ നിന്ന് കുടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഉണ്ടാവും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ, ലോങ് ഒക്കെ പോകുമ്പോൾ. അപ്പോൾ സെറ്റാക്കണം, ബാഗിൽ വെള്ളം നിറയ്ക്കണം. ഓക്കെ 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 ഓക്കെ, പോവാ. ഇപ്പോൾ വീണ്ടും നല്ല റോഡൊക്കെയാണ്. NHൻ്റെ പണി ചില സ്ഥലത്തൊക്കെ കഴിയാത്തുള്ളൂ. വടകര അങ്ങനെയുള്ള ഒരു ചില സ്ഥലത്തൊക്കെയാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോഴും ഇവിടെയൊക്കെ വർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ കേരളം വിട്ടാൽ എങ്ങനെയാണാവോ അവസ്ഥ? കർണാടകയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് കാശ്മീരാണെങ്കിലും മലഞ്ചെരുവുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ, മലയോര മേഖലകളാണ്. ഓഫ് റോഡ് പോലെയുള്ള റോഡുകളും അങ്ങനെയൊക്കെയാണ്. അതല്ലാത്ത റോഡുകൾ നമ്മുടെ മറ്റ് സംസ്ഥാനത്തെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണാവോ, എന്തായാലും കണ്ടറിയാം. ഇപ്പം കണ്ണൂരെത്തി. കണ്ണൂർ മെയിൻ സെൻറ്റർ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കാസർഗോഡ് റൂട്ടിലാണ്. കാസർഗോഡേക്ക് ഇനി 88 കിലോമീറ്ററാണ്. നമുക്ക് പോണിടത്തോളം പോവാം. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഇരിക്കലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോരെ ശരിക്കും. റിലാക്സ് ചെയ്ത് നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ അടുത്ത ദിവസം റൈഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ടയേർഡാവും. അപ്പോൾ കാസർഗോഡ് റൂട്ടാണുള്ളത്. കാസർഗോഡ് കഴിയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ചെക്കന്മാരൊക്കെ എങ്ങോട്ടൊക്കെ വരുന്നത്? ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ. ഇവിടെ അധികം മഴയൊന്നും പെയ്തിട്ടില്ല തോന്നുന്നു. കൂടുതലും കോഴിക്കോടൊക്കെയാണ് നല്ല മഴ ഉണ്ടായിരുന്നത്. ഇവിടെ അത്ര പെയ്തിട്ടില്ല തോന്നുന്നു, പക്ഷെ ചാറ്റൽ മഴ ഉണ്ട്. ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ വരുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിരുന്ന സംഭവമാണ്. ഇനി വൈകുന്നേരം സമയമായതുകൊണ്ട് ബ്ലോക്ക് ഒന്നുകൂടി കൂടും. ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അധികം വീഡിയോ എടുക്കാതെയാണ്, കാരണം വെറും റോഡ് ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. ഇതാ കുറേ കൂടി വന്നു, നീലേശ്വരം എത്താറായി. ശരിക്കും പറഞ്ഞാൽ നീലേശ്വരം എൻ്റെ നാടുണ്ട്. ഞാൻ 10 വയസ്സ് വരെ ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അതുവഴിയാണ് ടച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നീലേശ്വരത്തെ എവിടെ സ്റ്റേ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലൊരു കൂട്ടുകാരുണ്ട്, അവൻ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അതായത് എൻ്റെ നാട് തന്നെ, ഞങ്ങൾ പഴയ സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അത് പിന്നെ അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല, പട്ടയഭൂമിയായ കാരണം. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നീലേശ്വരം പോയി നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇതെൻ്റെ പ്ലാനിലുള്ളതല്ല, നാട്ടിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാട്ടിലൊക്കെ പിന്നെ പോകാമെന്നുള്ളൊരു ഇതായിരുന്നു. കുറേ വർഷങ്ങളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ പഴയ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ പോണത്. മഴയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ റെയിൻ കോട്ടൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ അത് ഇട്ടു. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടാണ് പോണത്. സമയം വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടാണ്.
അങ്ങനെ അപ്രതീക്ഷിതമായി എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ലഡാക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നീലേശ്വരം ടച്ച് ചെയ്ത് അങ്ങനെയാണ് പോകണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് അങ്ങനെ ഡീറ്റെയിൽ ആയി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഏകദേശം നീലേശ്വരം ആ ഒരു വഴിയാണ് പോണത്. അപ്പോൾ നീലേശ്വരം ടൗണിൽ നിന്ന് പിന്നെ ഒരു ഏകദേശം ഒരു അധിക കിലോമീറ്ററൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നത് 10 കിലോമീറ്ററിനുള്ളിലോ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങോട്ട് പോവുകയാണ്. തീരെ വിചാരിച്ചിരുന്നതല്ല. അവൻ പറഞ്ഞു എന്നാൽ വാ പറഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വീട്ടിലേക്ക് പോവാ. എന്താ ഒരുത്തുണ്ട് മുരളി എന്ന് പറഞ്ഞിട്ട്, അവൻ ആർമിയിലാണ്. അവൻ കഴിഞ്ഞ കൊല്ലം വിഷുവിന് വന്നപ്പോഴും പറഞ്ഞു വായോ ഞാൻ നാട്ടിലുണ്ട് വാ പറഞ്ഞു. ഞാൻ പിന്നെ അമ്മ മരിച്ച ആ ഒരു സമയത്തല്ല അവൻ വിളിച്ചത്, എന്നാലും പിന്നെ ഒരു സമയം പോലെ നാട്ടിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഈ ലഡാക്ക് പ്ലാനിൽ നാട്ടിൽ ടച്ച് ചെയ്ത് അവിടെ ചെന്നിട്ട് പോകുന്നുള്ളത് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ നീലേശ്വരം ടൗണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ സിനിമ കാണാൻ വന്നൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു പോയി തോന്നുന്നു. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വന്ന് പോയ ടൗണാണ് നീലേശ്വരം ടൗൺ. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക്. അങ്ങനെ ഞാൻ നീലേശ്വരം ടൗണ് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ എത്തിയിരിക്കുകയാണ്. ഇനി ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ വഴിയൊക്കെ എത്ര ഓടി നടന്നതാ. പണ്ടൊക്കെ TV കാണാൻ പോകാനും അന്നത്തെ കാലം 5 വയസ്സ് വരെ അല്ല 5ാം ക്ലാസ് വരെ 10 വയസ്സ് വരെ ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു വില്ലേജിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവനെ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ വാന്ന് പറഞ്ഞു. ഞാനിതെൻ്റെ പ്ലാനിങ്ങിലില്ല ഇതാട്ടോ, ഏകദേശം ഇവിടെ എത്താറായിട്ടാ. അല്ല, ഇവിടെ നിന്ന് ഒരു ടേണിങ് കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കൊല്ലമായി, 2019 വന്നിരുന്നു. പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. ഇതിൽ കൂടെയൊക്കെ എത്ര നടന്നത്. അധികം വീടുകളൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, കുറച്ചൊക്കെ വീടുകളൊക്കെ വന്നിട്ടുള്ളൂ. എന്നാലും വീടുകളൊക്കെ ഉണ്ട്. അവിടെ റോട്ടിലാരാ നിൽക്കുന്നത്, അവരെ അറിയണ ആളൊക്കെ ആവും. അവൻ തന്നെയാണ്, അവൻ തന്നെ നിൽക്കണതാ ജിമ്മ് ബോഡിയും കാണിച്ചിട്ട്. വീണ്ടും പഞ്ചായത്തിലെത്തി. എങ്ങോട്ടാ വെക്കണേ? വീണ്ടും പഴയ തട്ടകത്തിലേക്ക്. അത് തട്ടും. അങ്ങനെതാ നീലേശ്വരം എൻ്റെ പഴയ വില്ലേജിലേക്ക് ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെ. എൻ്റെ പഴയ വീടൊക്കെ ഇവിടുന്ന് 2 വീട് അപ്പുറത്താണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്ന. ആരാണ്? ആരാ 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 ആരാണ് ആരാണ് അത്? ഇവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ചിഞ്ചു, അവളുടെ കുട്ടിയാണ്. പിന്നെ ഷിബു, നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അവന്. ഞങ്ങളൊക്കെ ഇവിടെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ഞാനൊരു 10 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ എന്തായാലും ഇവിടെ വന്നതല്ലേ, നാളെ ഈ നാടൊക്കെ ഒന്ന് കണ്ട്. ഞാൻ 2019 വന്നതാണ്. പിന്നെ പഴയ സ്കൂളും പിന്നെ ഈ ഒരു ചുറ്റുപാടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഒന്ന് സെറ്റായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങണമെന്നല്ല, ഉറങ്ങാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ വണ്ടിക്കതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഈ ലഗേജ് അഴിച്ചിട്ട് നമുക്ക് വീണ്ടും കെട്ടണം. കാരണം ലഗേജിനൊരു തൂക്കമുണ്ട്. ഇന്ന് പിന്നെ ഇവിടെ സ്റ്റേ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റേ ആണെങ്കിൽ ഈ ലഗേജ് മൊത്തം അഴിക്കണം. ടെൻ്റൊക്കെ അതിനുള്ളിലും മറ്റ് സാധനങ്ങളൊക്കെ അതിനുള്ളിലല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ.